വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതന്റെ അപേക്ഷ അംഗീകരിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ 6 മാസത്തേക്കാണ് സുഗതന് അവധി നൽകുന്നത്. ഭരണസമിതി പരിഗണിച്ചത് മുനിസിപ്പൽ ആക്ട് പ്രകാരമെന്ന് മേയർ പറയുന്നു. സ്വതന്ത്ര കൗൺസിലറായ സുധീഷും അവധി അപേക്ഷയെ അനുകൂലിച്ചു. സുധീഷ് അടക്കം 51 പേരുടെ പിന്തുണ ഭരണപക്ഷത്തിന് ലഭിച്ചെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. വിവരങ്ങളുമായി വി വിനീഷ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനീഷ്, വളരെ നിർണായകമായിട്ടുള്ള ഒരു അട്ടിമറി ശ്രമത്തെ അതേ രീതിയിൽ രാഷ്ട്രീയ നയചാരുതയോടെ തന്നെ പൊളിച്ചിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൃത്യമായ നീക്കങ്ങൾ, നടപടികൾ, വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി സഖ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സജീവമായി നിൽക്കുകയാണ്. മേയർ വി രാജേഷിന്റെ കൃത്യമായ ഒരു ഇടപെടൽ, പ്രത്യേകിച്ച് BJPയെ ഭരണത്തിൽ നിന്ന് താഴേക്കിറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണസമിതിക്കെതിരെ വലിയ പ്രതിഷേധമുയർത്തിയത്. ആ പ്രതിഷേധത്തിൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ കൗൺസിൽ യോഗത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. നമ്മോടൊപ്പം മേയർ വി രാജേഷും കൂടി ചേരുകയാണ്. ഒരു 6 മാസത്തേക്കും കൂടി ഇപ്പോൾ സുഗതന് അവധി ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ ഒരു നീക്കം രാഷ്ട്രീയ ഒരു അടവ് നയത്തിൻ്റെ ഭാഗമാണ്. അല്ല, സ്വാഭാവികമായിട്ടും മുനിസിപ്പൽ ആക്ടിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് മുനിസിപ്പൽ ആക്ട് അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൗൺസിൽ പാസ്സായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 6 മാസം വരെ വിട്ടു നിൽക്കാൻ പറ്റും. ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഈ ഒരു കത്ത്, ഒരു സർക്കുലറാണ് ഇപ്പോൾ വലിയ ചർച്ച. അത് എങ്ങനെ, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളൊരു വിള്ളൽ വരുത്തുന്ന തരത്തിൽ ഉള്ളൊരു നീക്കമായിരുന്നു BJPയുടെ? അല്ല, അത് ജയിലിൽ നിന്നുകൊണ്ട് സുഗതനൊരു അപേക്ഷ കൊടുത്തിരുന്നു സംസ്ഥാന സർക്കാരിന്. സുഗതൻ കൊടുത്തത് അപേക്ഷ പോലീസ് പരോളിൽ അദ്ദേഹത്തിന് കൗൺസിൽ ഹാജരാകണമെന്നായിരുന്നു. അതിന് നിർവാഹമില്ലെന്നും, എന്നാൽ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി കോർപ്പറേഷനിലൊരു അപേക്ഷ നൽകി, മുനിസിപ്പൽ ചട്ടം അനുസരിച്ച് ഒരു അപേക്ഷ നൽകി, ആ അപേക്ഷ വോട്ടിനിട്ട് ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കും എന്നുള്ള സർക്കുലറാണ് സംസ്ഥാന സർക്കാർ കൊടുത്തത്. ആ സർക്കുലറും ഇതിന് പിൻബലമായിട്ടുണ്ട്. കോർപ്പറേഷൻ സെക്രട്ടറി അടക്കം ഉപരോധിച്ചുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒപ്പം CPM ഉണ്ട്. അത് കുറച്ച് നേരം ഉപരോധിക്കും. അത് കഴിഞ്ഞിട്ട് 5-4 മണിയിലോ 5:30 വരെയൊക്കെ ഉപരോധിക്കും. അതുവഴി സെക്രട്ടറി വീട്ടിൽ പോയി അവരും പോകും. നിലവിലെ സാഹചര്യത്തിൽ ഇനി BJPയുടെ ഭരണസമിതിയുടെ ഒരു പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണോ മനസ്സിലാക്കുന്നത്? ഇതിനു മുമ്പ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്നിപ്പോൾ ഞങ്ങൾ 10 നിലയുള്ള ബിൽഡിംഗ് അല്ലേ അവിടെ പണിയാൻ പോകുന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഇതല്ലേ ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചത്, ആർക്കിടെക്റ്റ് വന്നിട്ട്. എന്നാൽ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഇനിയും കൂടുതൽ ശക്തമായുള്ള ഒരു പ്രവർത്തനം തന്നെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ. ഓരോ ദിവസവും അങ്ങനെയാണ്. ഇന്ന് കൗൺസിൽ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പ്രത്യേകിച്ച് ഈ സ്വതന്ത്രനായിട്ടുള്ള പൗണ്ട് കടവിലെ സുധീഷ് BJPയുടെ ഭാഗമായത്, അത് CPM ഉന്നയിക്കുന്നത് പണം നൽകി കൂട്ടത്തേക്ക് കൊണ്ടുവന്നു എന്നാണ്. അതിനെ എങ്ങനെയാണ് BJP കാണുന്നത്? അല്ല, അങ്ങനെയൊന്നും ജയിച്ചു വന്നൊരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് നല്ല തൻ്റെ ഇടത്തോടെ സ്വതന്ത്രനായിട്ട് 3 മുന്നണികളെയും പരാജയപ്പെടുത്തി ജയിച്ചു വന്നൊരു പ്രതിനിധിയെ ഒരു സാധാരണക്കാരൻ്റെ പ്രവർത്തനം അങ്ങനെ വിലയിരുത്താൻ പാടില്ല. ഇപ്പോൾ CPMൻ്റെ ഒരു കൗൺസിലർ വന്നില്ലല്ലോ, ആരെങ്കിലും സ്വാധീനിച്ചിട്ടാണോ അദ്ദേഹം വരാതിരുന്നത്? അതൊക്കെ ഓരോരുത്തരുടെ നിലപാടാണ്. അദ്ദേഹം സ്വതന്ത്ര കൗൺസിൽ പൗണ്ടുകട വാർഡ് കൗൺസിലർ കൈ ഉയർത്തിയപ്പോഴാണ് അദ്ദേഹം ഇതിനെ പിന്തുണയ്ക്കുന്ന കാര്യം ഞാനും അറിയുന്നത്. ഇന്ന് CPM പ്രതിനിധി ഹാജരായിട്ടില്ലായിരുന്നു കൗൺസിൽ യോഗത്തിൽ. അദ്ദേഹം എന്തെങ്കിലും അവധി അപേക്ഷ എന്തെങ്കിലും തന്നിട്ടില്ല? ഇല്ല, തന്നിട്ടില്ല. നിലവിൽ നേരത്തെ അറിയിച്ചിട്ട് ഇല്ല, മേയറുടെ ശ്രദ്ധ വന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇനിയുള്ള ഒരു പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഇനി സുഗതന് കാപ്പാക്കേസിൽ 6 മാസത്തിനകത്ത് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയാണോ ഉള്ളത് ഭരണസമിതി? അത് കോടതിയാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലാണ്, ഹൈക്കോടതിയാണ് പറയേണ്ടത്. ശരി, തീർച്ചയായിട്ടും പ്രജിത്ത്, നിലവിൽ വലിയൊരു നീക്കം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ തരത്തിലുള്ള ഒരു ഭരണ മികവ് തന്നെയാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ മേയർ വി രാജേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി സഖ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സജീവമാകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ നീക്കം പ്രത്യേകിച്ച് BJP ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.